അപ്പോൾ 3 ദിവസം മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ഞാൻ കാണുന്നത് ഇവിടുന്ന് പോയ എൻ്റെ അനിയനല്ല തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടുന്ന് കൈക്കോ കാലിനോ കണ്ണിനോ ചെവിക്കോ ഒരു പ്രശ്നമില്ലാതെ ഒരു 21 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവിടുന്ന് ദുബായി പോയതുപോലെയല്ല, അബുദാബി പോയതുപോലെയല്ല അവൻ തിരിച്ചു വരുന്നത്. ഞാൻ കാണുന്നത് എൻ്റെ അനിയൻ വന്നപ്പോൾ അവൻ്റെ ഈ ഒരു സൈഡ്, ഇങ്ങേ സൈഡ് കോടിപ്പോയി, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോയി. അവന് ഈ കണ്ണിന് കാഴ്ചയില്ല, ഈ ചെവി കേൾക്കത്തില്ല, ഇവന് ഈ കൈ അനക്കത്തില്ല, ഈ കാലനക്കത്തില്ല. അവൻ മുടന്തി വരുന്നത്. അപ്പം എയർപോർട്ടിൽ നിന്ന് ഇവൻ വരുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനുണ്ട്, എൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്. ഞാൻ അപ്പം കരയാണ്ട് നിൽക്കും. അപ്പനും അമ്മയും കരഞ്ഞു പോയി, ഞാനും കൂടെ കരഞ്ഞ് ഞാൻ പിടിച്ച് നിൽക്കും. എന്നിട്ട് ഞാൻ മനസ്സിൽ ഞാൻ അമ്മ മാതാവിനെ വിളിച്ചു, എനിക്ക് ധൈര്യം തരണേ, എനിക്ക് ധൈര്യം തരണേന്ന്. എന്ന് ജീവൻ വന്ന് വണ്ടിയിൽ കയറി നമ്മളവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് ഇവൻ വന്ന് ഇറങ്ങുന്നത്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇവന് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു. മൈനർ സ്ട്രോക്ക് എന്തോ വന്നതാണെന്ന് ആൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മളിവന് അസുഖമാണെന്ന് കസിൻസിനോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു തിരുവനന്തപുരത്ത് ശ്രീചിത്ര എന്നൊരു ഹോസ്പിറ്റലുണ്ട്, ന്യൂറോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. അപ്പോൾ